അമ്പലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഫ്ളാറ്റ് നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചു. ഇതുവരെ മുടക്കിയ കോടികൾ സർക്കാർ അനുവദിക്കാത്തതിനാൽ ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന് കരാറുകാരൻ പ്രദീപ് പറയുന്നു. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പാർപ്പിട സമുച്ചയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതിവഴിയിൽ നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട്ടപ്പള്ളി മണ്ണപ്പുറം കോളനിയിൽ 3.49 ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. 204 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2019 ഫെബ്രുവരി 21-ന്. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും പാർപ്പിട സമുച്ചയം യാഥാർത്ഥ്യമായിട്ടില്ല. 14 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 2020-ൽ പ്രദീപ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. 10 കോടി രൂപയോളം ഇതുവരെ ലഭിച്ചു. 2 കോടി രൂപയിലധികം ഇനിയും ലഭിക്കാനുണ്ടെന്ന് പ്രദീപ്. ഇപ്പോഴും പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പണി ചെയ്താൽ എനിക്ക് എപ്പോൾ പൈസ തരും എന്നുള്ള ഉറപ്പ് അവർ ഗ്യാരണ്ടി ചെയ്ത് തരണം. അതിനകത്ത് യാതൊരു വിധമായ ഉറപ്പും അവർ ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ ബാങ്കിൽ നമുക്ക് പലിശ അടയ്ക്കേണ്ടത് തന്നെ 5-6 ലക്ഷം രൂപ ഒരു മാസം പലിശ തന്നെ ബാങ്കിൽ അടക്കണം. നമുക്കിങ്ങനെ പോയെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് ഇത് എത്തത്തുള്ളൂ. 2 മാസം മുമ്പ് 37 ലക്ഷം രൂപയുടെ ബിൽ ട്രഷറിയിൽ നൽകിയെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം 1 രൂപ പോലും ലഭിച്ചില്ല. പ്രതിമാസം 6 ലക്ഷം രൂപയിലധികം ബാങ്കിൽ പലിശ അടയ്ക്കേണ്ട ഗതികേടിലായതോടെയാണ് പ്രദീപ് നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇതോടെ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ പ്രദീപിന് ടെർമിനേറ്റ് നോട്ടീസ് നൽകി. ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം. എന്നാൽ തന്റെ മുന്നിൽ യാതൊരു വഴിയുമില്ലെന്ന നിലപാടിലാണ് പ്രദീപ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാതിയിൽ മുടങ്ങിയിരിക്കുന്നത്. 24 ആലപ്പുഴ.